Olsen Skog, Karate Kid Legends. 2010 ഇറങ്ങിയിട്ടുള്ള ദ കരാട്ടെ കിഡ് ജാക്കി ചാനും ജേഡൻ സ്മിത്തും അഭിനയിച്ചത് മിക്കവരും കണ്ടതായിരിക്കും. ഇത് ആക്ച്വലി 1984 മുതലുള്ളൊരു ഫ്രാഞ്ചൈസാണ്. കുറേ പടങ്ങളുണ്ട്. ഇത് 6th കണ്ടാണ് തോന്നുന്നു. അപ്പോൾ ഈ പടത്തിലും സ്ഥിരം ഒരു കമ്മിങ് ഓഫ് ഏജ്, ഒരു ബോയ് ബുളി ചെയ്യപ്പെടുന്നു, പിന്നെ ഒരു മെൻറ്റർ വരുന്നു, പിന്നെ കരാട്ടെ പഠിപ്പിക്കുന്നു, കുങ്ഫു പഠിപ്പിക്കുന്നു, ലാസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നു, ജയിക്കുന്നു. ഇത് സ്ഥിരം ഒരു കുങ്ഫു അല്ലെങ്കിൽ ഒരു കരാട്ടെ ഡ്രാമ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് അങ്ങനെയായിരിക്കും. അത് എല്ലാ സിനിമയിലെ സ്റ്റോറി അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ജേഡൻ സ്മിത്തിൻ്റെ പടത്തിലായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇത് എനിക്ക് പേഴ്സണലി നല്ല രസമായിട്ട് തോന്നി. ഇതാകെ അധിക സമയമൊന്നുമില്ല, 1 മണിക്കൂർ 35 മിനിറ്റേ ഉള്ളൂ. ഇത് US US ഈസ് സോ ബ്യൂട്ടിഫുൾ. അത് കാണാൻ നല്ല രസമാണ്. US ആ ലൈറ്റിങ്ങും അവിടുത്തെ ബിൽഡിങ്സും സ്ട്രീറ്റ്സും അവിടുത്തെ വേ ഓഫ് ലൈഫും അത് അങ്ങനെ കണ്ട് ആസ്വദിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഈ പയ്യൻ ബാൻ വാങ് എന്ന് പറഞ്ഞ പയ്യനാണ്. ഇവൻ വളരെ ക്യൂട്ടായിട്ടുള്ള ചാമിങ് ആയിട്ടുള്ള, തീരെ റഫല്ല. അത് നമുക്കൊരു കരാട്ടെ പഠിച്ച് കുങ്ഫു പഠിച്ച് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു പയ്യനൊന്നല്ല. പക്ഷേ പുള്ളിയെ ട്രെയിൻ ചെയ്തെടുത്ത് സെറ്റ് ചെയ്ത് ജാക്കി ചാൻ ഓഫ് കോഴ്സ് ഉണ്ട്. ജാക്കി ചാൻ ചൈനയിൽ നിന്ന് വരുന്നു. ഈ പയ്യൻ ബീജിംഗ് ആണ്. പിന്നെ മറ്റേ കോബ്ര കൈയിലെ റാൽഫ് മാച്ചിയോ പുള്ളിയുണ്ട്. അവർ തമ്മിൽ ഈ ജാക്കി ചാനും റാൽഫ് മാച്ചിയും തമ്മിലുള്ള കുറേ ചെറിയ കൈൻഡ് ഓഫ് കോമഡി പരിപാടി, സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇടയ്ക്ക് തന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി, പിന്നെ ഫൈറ്റ്, പിന്നെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണും ഇവന് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, അവർ അവിടെ ഇവിടെ ഇങ്ങനെ റോമിങ് അറൗണ്ട് അങ്ങനെ. പിന്നെ ആ പെണ്ണിൻ്റെ തന്ത ഇവൻ കരാട്ടെ പഠിപ്പിക്കുന്നു. ഇതൊക്കെയാണ് പരിപാടി. പക്ഷേ ഇത് എനിക്ക് വളരെ രസത്തിൽ കണ്ടിരിക്കാൻ പറ്റി. കാരണം അത്ര സമയമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, US ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഈ പിള്ളേരുടെ പരിപാടി, പിന്നെ ആ പയ്യനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ പയ്യനാണെങ്കിലും അവൻ്റെ ഒരു പരിപാടിയുണ്ട്, അത് നല്ല രസമുണ്ട്. പിന്നെ അവസാനം സ്ഥിരം ഫൈറ്റും കാര്യങ്ങളൊക്കെ. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള അങ്ങനെ ഫൈറ്റ് ചെയ്ത് നമ്മളെ മുൾമുനയിൽ നിർത്തി കുറച്ചൊരു ആ സീരിയസ്നെസ് ഉണ്ടെങ്കിലും ആ ഫൈറ്റിനിടയ്ക്കും കുറേയൊക്കെ ലൈറ്ററായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ചുമ്മാ കണ്ടിരിക്കാൻ പറ്റിയ കുറച്ച് ഫൈറ്റ്സും കുറച്ച് ചെറിയ റിലേഷൻഷിപ്പും കാര്യങ്ങളും. പിന്നെ ജാക്കി ചാനെ കാണാം. ജാക്കി ചാൻ നല്ല പ്രായമായി. പുള്ളി അത്രയും പ്രായമായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നത്. അല്ല നമ്മുടെ നാട്ടിലെ ചില നടന്മാരെ പോലെ പ്രായം കുറച്ച് കാണിച്ച് ഇത് കുഞ്ഞാവിയാണ് എന്ന് പറയിപ്പിക്കാനുള്ള പരിപാടിയൊന്നുമില്ല. പുള്ളിയുടെ ഈവൻ ഹിസ് വാക്കിംഗ്, നടക്കുന്നത് പോലും അത്രയും പ്രായമുള്ള ആളായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഹി ക്യാൻ ഫൈറ്റ്. അതാണ് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സും അദ്ദേഹത്തിൻ്റെ റിഫ്ലെക്സും ആക്ഷൻസൊക്കെ അത്രയും പ്രായമുണ്ടെങ്കിലും നമുക്കത് കൺവിൻസിങ് ആണ്. കാരണം റിയൽ ലൈഫിൽ അദ്ദേഹം അങ്ങനെയാണല്ലോ ജാക്കി ചാൻ, ദ ലെജൻഡ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ, അതാണ് കരാട്ടെ കിഡ് ലെജൻഡ്സ് for me.